പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹെവൻലി ടച്ചിന്റെ ഈ പുതിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വലിയ സ്നേഹത്തോടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നമുക്ക് മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ ശുശ്രൂഷ കാണുന്നവരുടെ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങളുടെ കൂട്ടായ്മ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും വീണ്ടും നന്ദി പറയുകയാണ്. പ്രത്യേകമായി ഇന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ത്രിയേക ദൈവത്തിന്റെ ഏറ്റവും ഹൃദയത്തിനിണങ്ങിയ 3 സ്വഭാവങ്ങളെ കുറിച്ചാണ്. ഇതൊരു സ്വർഗത്തിന്റെ നിധിയാണ് പ്രിയപ്പെട്ടവരെ. ഈ നിധി സ്വന്തമാക്കിയ ഒരു വ്യക്തി സമൂഹത്തിൽ അനുഗ്രഹിക്കപ്പെടും. ആ മകന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകും. ആ മകന്റെ എല്ലാ പ്രാർത്ഥനകളിലേക്കും ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. എല്ലാ അപകടങ്ങളും മാറിപ്പോകും. വലിയ സംരക്ഷണം ആ വ്യക്തി ലഭിക്കും. ഈ 3 നിധികൾ എൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ദൈവത്തിന്റെ പുണ്യങ്ങളാണ്. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിധി ഇതാണ് പ്രിയപ്പെട്ടവരെ, അത് എളിമ എന്ന പുണ്യമാണ്. എളിമ, വിശുദ്ധി, വിശ്വസ്തത, ഈ 3 പുണ്യങ്ങൾ ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറും. സുഭാഷിത പുസ്തകം 28-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തത. ജ്ഞാനം 5:19 വചനം പറയുന്നു, വിശുദ്ധി അജയമായ പരിചയമാണ്. വിശുദ്ധി, എളിമയെ കുറിച്ച് നമുക്ക് ഇന്നേ ദിവസം കൂടുതലായി ധ്യാനിക്കാം. എളിമ എന്ന പുണ്യമാണ് സാത്താനെതിരെ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആയുധം. എവിടെയാണ് സാത്താൻ പരാജയപ്പെട്ടിട്ടുള്ളത്? യേശു എളിമപ്പെട്ടു. ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിയപ്പോൾ പ്രിയപ്പെട്ടവരെ സാത്താൻ തകരുകയാണ്. യേശു തന്നെ പീഡിപ്പിച്ച പട്ടാളക്കാരുടെ മുമ്പിൽ നിന്നു കൊടുത്തപ്പോൾ, മരക്കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴെല്ലാം ദൈവമായിട്ടും അവൻ എളിമയോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി സഹിച്ചത് സാത്താന്റെ തല തകരാൻ കാരണമാവുകയാണ്. എളിമയുള്ളിടത്ത് സാത്താന് വിജയിക്കാൻ പറ്റില്ല. ഇന്ന് അനേകം കുടുംബങ്ങൾ തകരുവാൻ കാരണം സാത്താൻ അവരിൽ അഹങ്കാരം വിധിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. നല്ല കഴിവും മിടുക്കും നല്ല കോണ്ടാക്റ്റുകളും എല്ലാ വിധത്തിലും അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അനേകം വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഞാൻ അവരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ പ്രത്യേകത, അവരിൽ അഹങ്കാരം എന്ന സാത്താൻ വിതച്ച വിത്ത് അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾ, അവർക്ക് വലിയ കഴിവുകളൊന്നുമില്ല, എന്നാൽ സമൂഹത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചുയർത്തുകയാണ്. അവർ ചെയ്യുന്ന സകല കാര്യങ്ങളും അനുഗ്രഹം. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, കുടുംബജീവിതത്തിന്റെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, അവർ സംരക്ഷിക്കപ്പെടുന്നു. എന്താണ് കാരണം? വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ചുറ്റുമുള്ള അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക. അവരിൽ എളിമ എന്ന പുണ്യം കാണാൻ സാധിക്കും. ലൂക്ക 1:52 എളിയവരെ കർത്താവ് ഉയർത്തുന്നു. സുഭാഷിതം 15:25 അഹങ്കാരികളുടെ ഭവനത്തെ കർത്താവ് നിലംപരിശാകുന്നു. കർത്താവ് യേശുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, യേശു എളിമപ്പെട്ടു. യേശു നാമത്തിൽ എളിമപ്പെടുന്ന ആരാണോ ആ വ്യക്തിയെ യേശു അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എനിക്കും വലിയ അഭിഷേകമായി മാറിയൊരു വചനമുണ്ട്. ആമോസ് പ്രവാചക പുസ്തകം 7-ാം അധ്യായം 2-3 വചനങ്ങളാണ്. ഈ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ജീവിതങ്ങളിലും ഈ വചനം വലിയ അഭിഷേകത്തിന് കാരണമാകും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. ആ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളിലും ഇത് അനുഗ്രഹമായി മാറും, എനിക്ക് ഉറപ്പാണ്. ആമോസ് പ്രവാചക പുസ്തകം 7-ാം അധ്യായം 2-3 വചനങ്ങളാണ്. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ തിരിയുന്നു. അവർ പാപങ്ങൾ നിമിത്തം കർത്താവ് ഒരു മഹാമാരി അവരെ മേൽ അയക്കാൻ പോവുകയാണ്. സമയം പ്രവാചകനായ ആമോസ് പ്രാർത്ഥിക്കുകയാണ്,
ദൈവമായ കർത്താവേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് യാചിക്കുന്നു. യാക്കോബിന് എങ്ങനെ നിലനിൽക്കാനാകും? അവൻ ചെറിയവനല്ലേ? പ്രിയപ്പെട്ടവരെ, എളിമയുടെ മാക്സിമത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, യാക്കോബിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അവൻ ചെറിയവനല്ലേ? ഞാൻ യാചിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അടുത്ത വചനം പറയാണ്, കർത്താവ് പറയാണ്, ദൈവമായ കർത്താവ് തന്റെ മനസ്സ് മാറ്റി. കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു. കർത്താവ് പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ല. ആ അനർത്ഥം മാറിപ്പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം എളിമപ്പെട്ട്, ഞാൻ ചെറിയവനല്ല കർത്താവേ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എളിമയിൽ നിന്നുകൊണ്ട് നമ്മൾ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എളിമയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് ശ്രവിച്ചിരിക്കും. എളിമ വലിയ സംരക്ഷണമാണ്. കർത്താവിന്റെ സന്നിധി എളിമയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കർത്താവ് സംരക്ഷിക്കും. ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതിൽ അഹസ്യ രാജാവ് ഏലിയ പ്രവാചകനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ 50 പട്ടാളക്കാർ വിടുകയാണ്. നമുക്കറിയാം, അഹസ്യ രാജാവ് കർത്താവിനെ വേദനിപ്പിച്ച രാജാവാണ്. ഏലിയ പ്രവാചകന്റെ ഒരു പ്രവചനം ആ വ്യക്തിയെ വ്യക്തിപരമായി സ്പർശിച്ചിട്ടുണ്ട്. ഏലിയ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. രാജാവ് മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലാണ്. ഈ സമയം ഏലിയ പ്രവാചകൻ ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുകയാണ്. 50 പട്ടാളക്കാർ ചെന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞു, രാജാവിന്റെ കൽപ്പനയാണ്, വേഗത്തിൽ ഇറങ്ങി വരിക. ഈ സമയം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, ഞാൻ പ്രവാചകനാണെങ്കിൽ സ്വർഗ്ഗത്തിന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ ദഹിപ്പിക്കട്ടെ. 50 പേരും ദഹിപ്പിക്കപ്പെട്ടു. അടുത്ത ഗ്രൂപ്പിനെ രാജാവ് അയച്ചു. 50 പേര്. അവർ ഇപ്രകാരം കൽപ്പന പുറപ്പെടുവിച്ചു, രാജാവിന്റെ കൽപ്പനയാണ്, ഇറങ്ങി വരണം. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. വീണ്ടും അഗ്നി ഇറങ്ങി വന്നു. അവരും ദഹിപ്പിക്കപ്പെട്ടു. 3-ാമത് ഗ്രൂപ്പ് കടന്നു വരികയാണ്. അതിലെ നേതാവ് എളിമയുള്ള വ്യക്തിയായിരുന്നു. ആ പട്ടാള നേതാവ് ഇപ്രകാരമാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞത്, പ്രവാചക, ഞങ്ങൾ ഓരോരുത്തരുടെ ജീവൻ അങ്ങയുടെ മുമ്പിൽ വിലയുള്ളതാകട്ടെ. എളിമപ്പെട്ട് മുട്ടുകുത്തി ആ പട്ടാള നേതാവ് ഏലിയ പ്രവാചകൻ പറഞ്ഞു, പ്രവാചക, എന്റെ കൂടെ വരണം. പ്രിയപ്പെട്ടവരെ, ഈ സമയം കർത്താവിന്റെ ദൂതൻ ഏലിയോട് പറഞ്ഞു, അവന്റെ കൂടെ പോയിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ആ 3-ാമത് ഗ്രൂപ്പിന്റെ നേതാവ് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ആ വ്യക്തി പ്രവാചകനായി അംഗീകരിച്ചു, എളിമപ്പെട്ടു. അവന്റെ ജീവിതത്തെ കർത്താവ് സംരക്ഷിച്ചു. എളിമയുള്ള വ്യക്തി ജീവിതങ്ങളെ കർത്താവ് സംരക്ഷിക്കും. ഇത് ദൈവത്തിന്റെ വലിയൊരു ദാനമാണ്. രണ്ടാമത് എന്താണ്? 149-ാം സങ്കീർത്തനം 5-ാം വാക്യം 4-ഉം 5-ഉം വാക്യപ്രകാരം പറയുന്നു, എളിയവരെ കർത്താവ് വിജയം അണിയിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, കൂടുതൽ വിജയത്തിലേക്ക് പോകുന്ന വ്യക്തി ജീവിതങ്ങൾ എളിമയുടെ ജീവിതങ്ങളായിരിക്കും. അവർ ജീവിതങ്ങളിൽ എളിമയുണ്ടായിരിക്കും, ഉറപ്പാണത്. വിജയം വരുന്നത് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോഴാണ്. ദൈവസന്നിധിയിൽ മാത്രമല്ല, ലോകത്തിൽ മറ്റുള്ള മുമ്പിൽ എളിമയോടെ വ്യാപരിക്കുമ്പോൾ ആ വ്യക്തി വിജയത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. 3-ാമത് എന്താണ് കർത്താവ് പറയുന്നത്? എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും. പ്രിയപ്പെട്ടു, എസ്തേറിന്റെ പുസ്തകം ആദ്യത്തെ പുസ്തകം തന്നെയാണ്, 11-ാം അധ്യായം എന്നാണ് പേരിട്ടിട്ടുള്ളത്. 11-ാം അധ്യായം 11-ാം വാക്യം, എളിയവർ ഉയർത്തപ്പെട്ടു. എളിയവർ ഉയർത്തപ്പെടും. മറിയത്തിന്റെ സ്തോത്രഗീതത്തിലും ഇപ്രകാരം തന്നെയാണ് പറയുന്നത്, എളിയവർ ഉയർത്തപ്പെടും. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ സംഭവമുണ്ട്. മരമണ്ടനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി, എല്ലാവർക്കും അറിയാം. കാരണം സെമിനാരിയിൽ പ്രവേശിച്ചു. എന്നാൽ ലാറ്റിൻ ഭാഷ പഠിക്കാതെ ഒരു വൈദികനാകാൻ പറ്റില്ല. ജോൺ മരിയ വിയാനി നല്ല പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. 19-ാമത്തെ വയസ്സിലാണ് ജോൺ മരിയ വിയാനിയെ സെമിനാരിൽ എടുക്കുന്നത്. മറ്റെല്ലാ കുട്ടികൾക്കെല്ലാം 15 വയസ്സാണ്. എന്നാൽ ക്ലാസ്സിൽ ഏറ്റവും പിന്നിലാണ്. അങ്ങനെ ജോൺ എന്ന ആ മകനെ സെമിനാരി വിദ്യാർത്ഥികൾ കളിയാക്കിയാണ്. അധികാരികൾ ഈ വ്യക്തിയെ പുറത്താക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവസാനത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഏറ്റവും നല്ല പോലെ ക്ലാസ്സിൽ പഠിക്കുന്ന മത്തിയാസ് എന്ന 15 വയസ്സുകാരനെ ലാറ്റിൻ പഠിപ്പിക്കാൻ ജോൺ വേണ്ടി നിയോഗിക്കുകയാണ്.
അങ്ങനെ എല്ലാ കുട്ടികളും അവിടെയുണ്ട്. ഈ സമയത്ത് ഈ മത്തിയാസ് എന്ന ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ പ്രത്യേകത നല്ല അഹങ്കാരിയാണ്, നല്ല മുൻചാണ്ടിയുമുണ്ട്, തൻ്റെ പഠനത്തെ ഓർത്ത് വലിയ അഹങ്കാരവുമുണ്ട്. അങ്ങനെ ജോൺ മരിയ വിയാനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ മരിയ വിയാനി മാക്സിമത്തിൽ ശ്രമിക്കുന്നുണ്ട്. അവസാനം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഈ സമയത്ത് മത്തിയാസ് ഞങ്ങളുടെ കലിമൂത്തു. മത്തിയാസ് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ ജോൺ മരിയ വിയാനിയുടെ ഈ ചെവിയിൽ പിടിച്ച് തിരിക്കുകയാണ്. ജോൺ മരിയ വിയാനി വേദന കൊണ്ട് പൊളഞ്ഞ് അവിടെ മുട്ടുകുത്തി കരയുകയാണ്. അതിനുശേഷം പ്രകാരം പറഞ്ഞു, സഹോദരാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പഠിച്ചിട്ട് ലഭിക്കുന്നില്ല. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു. ഈ സമയത്ത് മത്തിയാസിന് മേൽ ദൈവത്തിന് കൃപ കടന്നു വരികയാണ്. മത്തിയാസും കരഞ്ഞ് ജോൺ മരിയ വിയാനിയെ കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സെമിനാരിയിൽ നിന്ന് ലാറ്റിൻ പഠിക്കാത്തത് മൂലം പുറത്താക്കാൻ ശ്രമിച്ച ആ വൈദിക വിദ്യാർത്ഥിയാണ് പിന്നീട് ആ രാജ്യം മുഴുവൻ, ഫ്രാൻസ് എന്ന രാജ്യം മുഴുവൻ കാത്തുനിന്ന, ഒന്ന് കാണാൻ കാത്തുനിന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി സഭയുടെ ശ്രേഷ്ഠനായി വിശുദ്ധനാക്കി ദൈവമായ കർത്താവ് ആ മകൻ ഉയർത്തി. എളിവ ഉയർത്തപ്പെടും, അവർക്ക് വിജയമുണ്ടാകും, ഒരു സംരക്ഷണം ഉണ്ടാകും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 3:19 പറയുന്നു, എളിമയുള്ളവർക്ക് കർത്താവ് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എളിമപ്പെടാം. നമ്മുടെ ജീവിതങ്ങളിൽ സകല മണ്ഡലങ്ങളിലും നമുക്ക് പുതിയ വഴികൾ തുറക്കപ്പെടുവാൻ, നമ്മൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ജോലി മണ്ഡലങ്ങൾ, ശുശ്രൂഷ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ബന്ധങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുവാൻ നമുക്ക് എളിമപ്പെടാം. നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാം. നമ്മൾ എളിമപ്പെടുമ്പോൾ സാത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന ഒരു എപ്പിസോഡ് നമ്മൾ പുതിയതായി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ അറിയിക്കണം. മാത്രമല്ല, പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. അതിലേറ്റവും നല്ല അനുഭവങ്ങളെ പ്രത്യേകമായി നമ്മൾ യൂട്യൂബിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും യാചിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.